പ്രവൃത്തി മാർഗം അവലംബിക്കും. അങ്ങനെയുള്ള ഒരു ഗൃഹസ്ഥൻ ഭഗവത്ഗീതയും ഉപനിഷത്തും ഒക്കെ പഠിക്കാൻ ഉദ്യമിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് ഇതേ അനുഗ്രഹം തന്നെ ലഭിക്കും. പക്ഷേ പണ്ഡിതോപി സ്വാതന്ത്ര്യേണ ശാസ്ത്രാന്വേഷണം ന കുര്യാത്. എത്ര വലിയ പണ്ഡിതനായാലും ശരി, സ്വതന്ത്രമായിട്ട് ശാസ്ത്രാന്വേഷണത്തെ ചെയ്യരുത്. അത് ഗൃഹസ്ഥനായാലും വിവിധിഷ സന്യാസിയായാലും ബ്രഹ്മചാരിയായാലും വൈരാഗ്യയുക്തനായാലും ഏവരും ഗുരുവിനെ സമീപിക്കണം എന്നുള്ളതാണ് ഒരു വളരെ ഊന്നി പറയുന്ന ഒരു വസ്തു. ഇതിനും ചില എക്സെപ്ഷൻസ് ഉണ്ട്, അത് നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. ഭഗവാൻ രമണ മഹർഷിയെ പോലുള്ളവർ, അവരെ സംബന്ധിച്ച് ആചാര്യ ഭഗവത്പാദർ ഭാഷ്യത്തിൽ ഒരിടത്ത് സൂചിപ്പിക്കുന്നുണ്ട്, ജന്മജന്മാന്തരങ്ങളിലായിട്ട് സാധനാ സദ്ഗുണങ്ങളൊക്കെ നേടിയെടുത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ജന്മത്തിന്റെ തുടക്കത്തിൽ തന്നെ പരമവൈരാഗ്യവും അതുപോലെ ഗുരുപദേശമൊക്കെ നേരത്തെ ലഭിച്ചിട്ടുണ്ടാവും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഗുരുപ്രാപ്തി അത് അനിവാര്യം. അപ്പൊ ഇവിടെ ചോദ്യം ഉണ്ടായിരുന്നത്, ഒരു ആശ്രമത്തിൽ ബ്രഹ്മചാരിമാരും വിവിധിഷ സന്യാസിമാരും ഒക്കെ പഠനം നടത്തുന്ന ഒരു ചിട്ട എന്തായാലും ഗൃഹസ്ഥന്റെ കാര്യത്തിൽ ഉണ്ടാവില്ല. അപ്പൊ അവരുടെ സാഫല്യം എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചാൽ, അവിടെ ഗൃഹസ്ഥന്റെ വിഷയത്തിൽ ആള് പ്രവൃത്തി മാർഗത്തെയാണോ അവലംബിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ആ ധർമ്മം അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ. അങ്ങനെ കുറേ കാലം മുന്നോട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഭഗവാൻ എല്ലാവരെയും ക്ഷണിച്ച് കാത്തിരിക്കുകയും അതുകൊണ്ട് അവരിൽ വൈരാഗ്യം വരും, അത് സംശയമില്ല. മമ വർമാനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ. ഒരു കാലത്ത് എന്തായാലും അവർക്ക് വൈരാഗ്യം വരും. എൻ്റെ വഴിയെ തന്നെയാണ് എല്ലാവരും. പക്ഷെ അവരിപ്പോൾ പ്രവൃത്തി മാർഗത്തിലൂടെയാണ് പുരോഗമിക്കുന്നത്. തീർച്ചയായിട്ടും ലോകത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് അത് ആവശ്യം. അതുകൊണ്ടാണ് 2 പ്രകാരത്തിലുള്ള ധർമ്മം വിധിച്ചത്. അപ്പം അത് നടക്കും. അപ്പൊ പ്രവൃത്തി ധർമ്മത്തിലാണ് അധിഷ്ഠിതനായിരിക്കുന്നതെങ്കിൽ അവിടെ ഭഗവത്ഗീതയും അതുപോലെ രാമായണവും ഭാഗവതവും ഒക്കെ വായിക്കുമ്പോൾ അവിടെ പ്രവൃത്തി ധർമാനുസാരിയായിട്ടുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കട്ടെ, ഭോഗത്തിന് വേണ്ടി ഉത്സാഹിച്ചോട്ടെ. പക്ഷെ അവിടെ ധർമ്മപാലനം നടക്കണം. എന്താ ധർമ്മപാലനത്തിന്റെ ലളിതമായ പാഠം? അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി വരയണം. ലളിതമായ പാഠവും പിന്നെ വിശദമായിട്ടുള്ള പാഠങ്ങളും ഒക്കെ ഈ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ കിട്ടും. അത് ഗുരു അനുഗ്രഹത്തോടുകൂടി ഗൃഹസ്ഥൻ ചെയ്യട്ടെ. ഇനി ഗൃഹസ്ഥന് വേണ്ടത്ര വൈരാഗ്യം വന്നുവെങ്കിലോ അവരെ സംബന്ധിച്ചിടത്തോളം ഗുരു അനുഗ്രഹം ഉണ്ടെങ്കിൽ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സാക്ഷാത്കാരം സാധിക്കും. അവർ പക്ഷേ കുടുംബ ഉത്തരവാദിത്വ നിർവഹണം എന്നത് ഈശ്വര പൂജയായിട്ട് ചെയ്യും. അതുകൊണ്ട് അവർക്ക് അന്ധകരണ ശുദ്ധി കൈവരും. അങ്ങനെ അന്ധകരണ ശുദ്ധി വരുന്ന സമയത്ത് ഗുരുപദേശം കൊണ്ട് അറിയാനുള്ളത് അവർക്ക് അറിയാൻ സാധിക്കും. ഇപ്പം ഇവിടെ തരംതിരിവ് എവിടെ വസിക്കുന്നു, എങ്ങനെയൊക്കെ ചിട്ടകൾ അനുസരിക്കുന്നു എന്നതിനപ്പുറത്ത് എന്ത് ലക്ഷ്യമാക്കിയിരിക്കുന്നു, അതിനു വേണ്ടുന്ന ഗുണവിശേഷങ്ങളുടെ ആർജനം എത്രത്തോളം സാധിച്ചിരിക്കുന്നു. മുക്തിപഥമാണ് സഞ്ചാരത്തിന് വേണ്ടി സ്വീകരിച്ചതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വിവേകം, വൈരാഗ്യം, ശമം, ദമം തുടങ്ങിയിട്ടുള്ള ഗുണങ്ങൾ, സർവോപരി മുമുക്ഷുത്വം, മോക്ഷമേ ഭൂയാത് ഇതി ഇച്ഛ. എനിക്ക് പരിപൂർണ സ്വാതന്ത്ര്യവും നിർഭയത്വവും നിത്യനിരതിശയ ആനന്ദവും വേണം എന്ന നിഷ്ഠ വന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ തീർച്ചയായിട്ടും അതിൽ പുരോഗമിക്കും. പക്ഷേ ഗുരു അനുഗ്രഹത്തെക്കുറിച്ച് പ്രത്യേകം ഗുരുക്കന്മാരൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം.